ഹായ് ഡബ്ല്യു മീഡിയയിലേക്ക് ഏവർക്ക് സ്വാഗതം. ടിക്ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിലൂടെ തലവര മാറ്റിയ കുറേ ചെറുപ്പക്കാരെ നമുക്കറിയാം. സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയിലൂടെ എല്ലാവർക്കും പരിചിതനായ കൊച്ചിൻ ഡൂഡ്, അദ്ദേഹത്തിനെ കൊച്ചിൻ ഡൂഡ് എന്നറിയപ്പെടുന്ന മിഥുൻ എന്ന കലാകാരനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾക്ക് നമുക്ക് കടക്കാം. ടിക്ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിലൂടെ വന്ന അതിഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. ഓക്കെ, അപ്പം ഈ ദുബായ് എന്ന് പറയുന്ന ജോലി അന്വേഷിച്ച സാധാരണക്കാർ വന്നല്ലേ എല്ലാരും പോലെ? അതെ, ഞാൻ എൻ്റെ ഡാഡി മരിച്ചതിന് ശേഷം 2017 എന്നെയും എൻ്റെ മമ്മിനെയും ചേട്ടൻ ഇങ്ങോട്ട് ഗൾഫിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം അബുദാബിയിലായിരുന്നു ജോലി നോക്കിയിരുന്നത്. പിന്നീട് എനിക്ക് ജോലി റെഡി ആയത് ദുബായിലാണ്. എത്ര വർഷമായി? ഞാനിപ്പോൾ 5 വർഷമായി. 2017 മുതലാണ്. ടിക്ടോക്ക് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒഴിച്ചുകൂടാനാത്ത ഒരു ഉപാധി കൂടിയാണ്, എന്റർടൈൻമെന്റ് സെക്ഷൻ അല്ലേ? ഒരു സമയം കഴിഞ്ഞാൽ ലൈവ് എന്റർടൈൻമെന്റ്സ് വീഡിയോസ് എങ്ങനെ ആൾക്കാരിലേക്ക് എത്രത്തോളം ഒരു അഡിക്റ്റഡ് പോലെയാണ് അല്ലേ? അതെ, അഡിക്റ്റഡ് എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഫൺ എന്റർടൈൻമെന്റ് ആണത്. കാരണം ഇതൊരു നമുക്ക് തിരക്ക് പിടിച്ച ജീവിതം അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രവാസ ജീവിതത്തിൽ ഒരു ടൈം പാസ് ആണ്, ഒരു എന്റർടൈൻമെന്റ് ആണ്. നമ്മളുടെ ഈ ടെൻഷൻ പിടിച്ച ജീവിതത്തിൽ നമുക്കൊരു റിലാക്സ് ആവാൻ വേണ്ടിയുള്ള ഒരു ടൈം പാസ് ആയിട്ടാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. അതെ, ഇപ്പൊ എല്ലാ രാജ്യത്തിലും എല്ലാ ഭാഷക്കും എല്ലാത്തിലും നമ്മൾ ടിക്ടോക്ക് ആയാലും റീൽസ് ആയാലും, ഇപ്പൊ നാട്ടിൽ ഇപ്പൊ ടിക്ടോക്ക് നിർത്തിയതുകൊണ്ട് റീൽസ് ആണ് കൂടുതലും. അതെ, ഫേസ്ബുക്കിൽ ഇപ്പൊ റീൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റാ റീൽസ് ആയാലും ഫേസ്ബുക്ക് റീൽസ് ആയാലും യൂട്യൂബിന്റെ ഷോർട്സ് ആയാലും ഒത്തിരി ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിനകത്ത് ഫൺ എലമെന്റ് ഉണ്ട്. അത് കൂടാതെ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവർക്കും അതിന്റെ വരുമാനം ചെറിയ രീതിയിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെട്ടതിനെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും എനിക്ക് ഓർമ്മ വരുന്നത് ഈ ടിക്ടോക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഇതിനേക്കാളൊക്കെ മുമ്പായിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആൽബർട്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ MBA പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതിനെ മാനേജ്മെന്റ് ഫെസ്റ്റിന് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം അതൊരു നാഷണൽ ലെവൽ മാനേജ്മെന്റ് ഫെസ്റ്റ് ആയിരുന്നു. അതിൽ പല പല ഗെയിംസ് റൗണ്ട്സുകളാണ്. അത് മാനേജ്മെന്റ് ലെവലിലുള്ള ഗെയിംസും ഫൺ എലമെന്റും പിന്നെ അറിവായിട്ടും ക്വിസായിട്ടും അങ്ങനെ പല പല റൗണ്ട്സ് ഉള്ള ഗെയിംസ് ആണ്. അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയ ഒരു ഫെസ്റ്റിൽ ഞങ്ങൾ ഫൈനൽ റൗണ്ട് വരെ എത്തുകയും ആ ഫൈനൽ റൗണ്ടിൽ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു, ഒരു അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു, സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള സമയത്ത് പെട്ടെന്ന് എനിക്ക് ഞങ്ങളുടെ പഠിപ്പിച്ച ഒരു സാറുണ്ടായിരുന്നു, രാജഗോപാൽ സാർ എന്ന് പറഞ്ഞിട്ട്. ആ സാറ് ക്ലാസ്സിൽ പറഞ്ഞൊരു ഐഡിയ ഞങ്ങളുടെ മനസ്സിൽ വന്നു, എൻ്റെ മനസ്സിൽ വന്നു. ഞാനത് അവതരിപ്പിക്കുകയും ഞങ്ങളത് ആ സമയത്ത് പാലക്കാടായിരുന്നു ഇതിൻ്റെ ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് ഞങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റ് പോയി, ഒരു ATM കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഈ സംഭവം ഷൂട്ട് ചെയ്തു. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ വേസ്റ്റൊക്കെ എല്ലാവരും പ്ലാസ്റ്റിക് ആയാലും എല്ലാവരും വഴിയിലിട്ടിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. നമ്മൾ ഇത് നിലത്തിടുന്ന വേസ്റ്റിന് പകരം ഒരു മെഷീൻ നമ്മളെ ഗവൺമെൻറ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു മെഷീനിൽ കൊണ്ടുപോയിട്ട് ഒരു ATM കൗണ്ടർ പോലത്തെ ഒരു മെഷീൻ അതിൽ കൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു കാർഡ് ഉണ്ടാവും. ആ കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാർഡിലേക്ക് പോയിന്റ്സ് ആഡ് ആവും. നല്ല ഐഡിയ. ഇത് ഈ ഐഡിയ നീ വെച്ച് പുറത്തിറക്കരുത്. ഓക്കെ, എന്നിട്ട് ഈ കാർഡ് നമുക്ക് പല പല ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്ക് മൂവി ടിക്കറ്റിനായാലും ഇപ്പൊ കുട്ടികൾക്ക് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ജ്യൂസ് അല്ലെങ്കിൽ അവരുടെ ഫൺ സ്റ്റേഷൻ കാര്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഈ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. ഇത് വിദേശത്ത് എവിടെയും ഉണ്ട്, പക്ഷെ പല സ്ഥലത്തും അത് അങ്ങനെ അങ്ങോട്ട് ആക്റ്റീവ് ആയിട്ടില്ല. ഞങ്ങളിത് ഗവൺമെന്റ് ലെവലിലൊക്കെ അറിയിച്ച് ഒരു സംഭവമായിട്ട് ഇറക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നീട് MBA കഴിഞ്ഞ് അത് നമ്മളത് പ്രാക്ടിക്കൽ ലെവലിലേക്ക് പോയില്ല. അതെ, ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോ ഞങ്ങൾ അന്ന് ക്രിയേറ്റ് ചെയ്തു. എൻ്റെ ഡയറക്ഷനിൽ ഒരു ATM കൗണ്ടർ ഞാൻ പറഞ്ഞു, ഈ ATM കൗണ്ടർ നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാം. എന്നിട്ട് വഴി കൂടി പോയൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, ഒരു കള്ളിമുട്ട കൊടുത്ത്. ആ ചേട്ടനെ നമ്മൾ മറ്റേ വേസ്റ്റ് പിറക്കുന്ന ആളായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അവരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആയിട്ട് അന്ന് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് സംഭവം എഡിറ്റ് ചെയ്ത് ഞങ്ങൾ രാത്രി ഉറങ്ങാണ്ടൊക്കെ ഇരുന്നൊക്കെ നമ്മൾ സംഭവം ചെയ്തു. രാവിലെ ഈ സംഭവം പ്രസന്റ് ചെയ്ത് ഇതിന്റെ പ്രസന്റേഷനും വേണമല്ലോ. അപ്പൊ എൻ്റെ കൂടെ വിനു എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, ഞങ്ങൾ 4 പേരായിരുന്നു, ഒരു ടീമായിരുന്നു. വിനു, ജെയ്സൺ, ദിവിൻ, ഞങ്ങൾ 4 പേര് ഒരു ടീമായിരുന്നു.
ഞങ്ങള് എവിടെ പോയാലും നമ്മളതൊരു മാനേജ്മെന്റ് ഫെസ്റ്റിൽ നമ്മൾ പ്രൈസ് കിട്ടുന്ന ഒരു അങ്ങനത്തെ ഒരു ടീമിലേക്ക് മാറി, കൂട്ടുകെട്ടിലേക്ക് മാറി. അപ്പൊ അതിന്റെ തുടക്കമായിരുന്നു ഇത്, ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ വീഡിയോ കണ്ട് ജഡ്ജസ് വരെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അതും നാഷണൽ ലെവൽ ഫെസ്റ്റ് ആയിരുന്നു. ആ ഫെസ്റ്റില് അതെ അത് പല പല വലിയ വലിയ കോളേജിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ചിന്മയ, ടോക്കച്ച് തുടങ്ങിയ അവരൊക്കെ വരെ എഴുന്നേറ്റ് കൈയടിച്ച് ശരിക്കും മനസ്സിലൊരു ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. എന്നിട്ട് ആ റെഡീം ചെയ്ത് നമുക്കത് ഉപയോഗിക്കാനുണ്ട്. അപ്പൊ ആ പ്ലാസ്റ്റിക് എന്ന സംഭവം നമ്മൾ പുറത്ത് കളയേയില്ല, എന്നാൽ അത് ആ മെഷീനിൽ ഇടുന്ന വഴി അത് റീസൈക്കിൾ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. രണ്ട് രീതിയിലെ ഗുണം, ഒന്ന് ഇത് ഇവിടെ കൊണ്ട് ഇടുന്ന ആൾക്കാർക്ക് പോയിന്റ്സ് കിട്ടും, മറ്റേത് നമ്മളുടെ റോട്ടിൽ കിടന്ന് അത് കത്തിക്കുകയോ ഒന്നും ചെയ്യാതെ അത് വേണ്ട രീതിയിൽ റീസൈക്കിൾ ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് വരും. അത് പ്രസന്റ് ചെയ്ത് അതെ അതെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ട്. നമുക്ക് ദുബായില് നമുക്ക് ഇതുപോലെ നമുക്ക് ആരെങ്കിലും സ്റ്റാർട്ടപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യണമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. ഞാനപ്പോ കഴിഞ്ഞ ദിവസം അപ്പൊ വിനു എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ആളിപ്പോ ജർമ്മനിയിലാണ്. പുള്ളിയായിട്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞായിരുന്നു നമ്മുടെ ആ പണ്ടത്തെ ഐഡിയ വെച്ച് എന്തെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്. അപ്പൊ ആ ഒരു വീഡിയോ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ. എൻ്റെ ഡയറക്ഷനിൽ അതിന്റെ ഐഡിയ രാജഗോപാൽ സാറ് ക്ലാസ്സിൽ പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണെങ്കിലും നമ്മളത് ഡെവലപ്പ് ചെയ്ത് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ 2017 എൻ്റെ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് ആദ്യം കിട്ടിയ ജോലി എന്ന് വെച്ചാൽ ദുബായിൽ കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ നമുക്ക് വീക്കെൻഡിൽ ഓഫ് ഇല്ലായിരുന്നു. ഫ്രൈഡേ ആയിരുന്നു എല്ലാവർക്കും ഓഫ്. ഇപ്പോഴാണല്ലോ നമുക്ക് ശനി ഞായർ ഓഫ് ആയത്. നേരത്തെ നമുക്ക് ഫ്രൈഡേ ഓഫ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് ഓഫ് ഇല്ലായിരുന്നു. എൻ്റെ ഓഫ് എന്ന് വെച്ചാൽ ഇടദിവസമായിരുന്നു. അപ്പോൾ ഈ ഇടദിവസം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോറടിയാണ്. എല്ലാവരും ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും, നമ്മൾ ഒറ്റക്കാക്കി റൂമിലുള്ളത്. ആ ഒരു സമയത്താണ് ഞാൻ ഈ ടിക്ടോക്ക് എന്ന പ്ലാറ്റ്ഫോം, ടിക്ടോക്ക് അല്ലായിരുന്നു അന്ന്, മ്യൂസിക്കലി ആയിരുന്നു. പക്ഷെ എനിക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ അറിയില്ല. ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മനീഷ് മാനുവൽ എന്ന് പറഞ്ഞിട്ട്, അവൻ്റെ സ്റ്റാറ്റസ് എപ്പോഴും കാണുമായിരുന്നു ഈ മ്യൂസിക്കലി. അങ്ങനെയാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ വന്നത്. ഞാനപ്പോൾ അവനോട് ചോദിച്ചാൽ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഈ ഒരു ദിവസം എന്തെങ്കിലും ഓഫ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ. അപ്പം ഞാൻ പറയാം എനിക്ക് ഫ്രൈഡേ ഓഫ് ഇല്ല. പിന്നെ ഞാനൊരു ദിവസം എന്ത് ചെയ്തു, നൈറ്റ് ഡ്യൂട്ടി വന്ന സമയത്ത് ഇതുപോലെ ഉറങ്ങാണ്ട് ഒരു ദിവസം അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അവനെ കാണാനായിട്ടും പിന്നെ ഇതിനെപ്പറ്റി പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവനിങ്ങനെ കാണിച്ചു തന്നു, ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് ഓരോ ഓപ്ഷൻസ് ഒക്കെ അവനെ കാണിച്ചത്. അപ്പോൾ ആ സമയത്ത് അവൻ അത്യാവശ്യം തിളങ്ങി വന്ന സമയമായിരുന്നു. അപ്പോൾ അവൻ ഓരോ ഇത് ചെയ്യേണ്ട കാര്യങ്ങളും മറ്റേ കുറേ ട്രിക്ക് വീഡിയോസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ ആ ഒരു ഐഡിയാസ് വെച്ച് നമ്മളിങ്ങനെ ഓഫ് കിട്ടുന്ന ദിവസങ്ങളിൽ വീട്ടിൽ ബോറടിക്കുന്ന സമയത്ത് ചുമ്മാ തമാശയൊക്കെ ചെയ്തു തുടങ്ങിയാണ്. അത് പിന്നെ ടിക്ടോക്ക് എന്നുള്ള ആപ്പായി മാറി. പിന്നീട് ജീവിതത്തിലൊരു വഴിത്തിരിവായത് ഇപ്പോഴും നമ്മളുടെ ടിക്ടോക്കിൽ സെലിബ്രേറ്റ് ആയിരിക്കുന്ന ബെൻസർ ദുബായ്. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടപ്പോഴാണ് എൻ്റെ ജീവിതത്തിലൊരു തീം ബേസ്ഡ് വീഡിയോ നമ്മൾ ചേഞ്ച് വന്നത്. അപ്പോഴേക്കും ഞാൻ എൻ്റെ ജോലിയൊക്കെ മാറി ദുബായിൽ വേറൊരു ഇൻഷുറൻസ് കമ്പനി, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. ഫെഡറൽ ഇൻഷുറൻസിൽ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് വീക്കെൻഡിലൊക്കെ ടൈം കിട്ടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതിനേക്കാൾ ഉപരി ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കരമായിട്ട് ന്യൂ ഐഡിയാസ് കൊണ്ടുവരും. അതാണ് ഒരുപാട് പേര് ടിക്ടോക്കിലൂടെ മിഥുന്റെ സപ്പോർട്ടോട് കൂടി ഓരോ ഐഡിയാസിൽ അവർ വൈറലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇതിനെ ക്ഷണിച്ചത്. അതെ, മറ്റൊരു ഗ്രൂപ്പ് എനിക്ക് എടുത്തു പറയേണ്ടത്, ഒത്തിരി നന്ദി പറയാനുള്ളത് MTTD, മലയാളി ടിക്ടോക്കേഴ്സ് ഇൻ ദുബായ്. അതിനകത്ത് രാഹുൽ ഭായും ടീമും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ക്രിയേറ്റീവ് വീഡിയോ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കോൺടെസ്റ്റ് വെക്കാറുണ്ട് അവർ. അപ്പോൾ അതിനകത്തൊരു കോൺടെസ്റ്റിൽ അവരുടെ ആനിവേഴ്സറി പ്രമാണിച്ച് വെച്ചൊരു കോൺടെസ്റ്റിൽ ഫസ്റ്റും സെക്കൻഡൊന്നും കിട്ടിയില്ലായിരുന്നു. സ്പെഷ്യൽ പെർഫോമൻസ് വീഡിയോ എന്ന് പറഞ്ഞൊരു അവാർഡ് കിട്ടിയായിരുന്നു. അതാണ് എനിക്ക് അഭിനയത്തിൽ കിട്ടിയ ആദ്യത്തെ അവാർഡ്. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഭായിക്കും MTTD ടീമിനും വീഡിയോ കണ്ടിട്ട് വരാം അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. ഇത്തരത്തിലെ ക്രിയേറ്റീവ്സ് ഒക്കെ എങ്ങനെയാണ് ഓരോ ഐഡിയാസ് ഒക്കെ വരുന്ന, സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഐഡിയാസ് ആണോ? ചില സമയത്ത് സ്വന്തം ക്രിയേറ്റിവിറ്റി ഒന്നും പറയാൻ പറ്റില്ല. ചില സമയത്ത് നമ്മൾ കോപ്പി അടിക്കാറുണ്ട്. ഇപ്പൊ ആരായാലും കോപ്പി അടിക്കാറില്ല. പക്ഷെ കോപ്പി അടിന്നല്ല ഇപ്പൊ എല്ലാവരും പറഞ്ഞ ഇൻസ്പിറേഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മളുടെ പുതിയ സിനിമകളിലായാലും ഇപ്പൊ നമ്മളുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും ഗോപി സുന്ദർ ആയാലും പിന്നെ ജീത്തു ജോസഫ് ആയാലും അവരൊക്കെ ഓരോരോ സിനിമാസ് കണ്ട് ഓരോരോ വീഡിയോസ് കണ്ട് അവരൊക്കെ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ്. അതെ അതെ, അതുപോലെ തന്നെ ഞങ്ങളും പല പല ഹിന്ദിയിൽ നിന്നും അല്ലാണ്ട് തമിഴിലായാലും ഓരോരുത്തർ ചെയ്ത വീഡിയോസ് നമ്മളൊന്ന് മാറ്റി. അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഇവരുടെ എല്ലാ വീഡിയോയിലും കാണാൻ പറ്റുന്നത് ഓരോ മെസ്സേജസ് ആണ്. പലപ്പോഴും നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മനസ്സിൽ കൊണ്ട് നടക്കുക.
അത് അതിന് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ സപ്പോർട്ട് ആയിട്ടുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിലെനിക്ക് ഏറ്റവും ഒരു കാര്യം ഓർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള ഒരു കുമാർ എന്ന് പറയുന്ന ഒരു ഭായി സാറ്, പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീഡിയോ വൈറലായ സമയത്ത് പുള്ളിയൊക്കെ ഒരു തമാശ രൂപേണ ചിരിച്ചു തള്ളിയിട്ടുള്ള ആ സമയത്തൊക്കെ. എന്നുവെച്ചാൽ ആ ഒരു വൈറലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ട്രോളിയ സമയത്താണ് ആൾക്കാരെല്ലാവരും കാണുന്ന ആ വീഡിയോസ്. അപ്പൊ ട്രോളിലൂടെ വൈറലായി ആ സമയത്ത് ചിരിച്ച് തള്ളിയൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ പുള്ളിയുടെ മനസ്സിൽ എന്തോ ഒരു ആ സ്പാർക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതേ സെയിം ഈവന്റ് പുള്ളിയുടെ ജീവിതത്തിൽ വന്നു. അപ്പൊ ആ സമയത്ത് പുള്ളിക്ക് ഇതുപോലെ ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇന്റർവ്യൂവിൽ വന്ന് ഇവിടെ പെട്ടുപോയിട്ട് പൈസ കയ്യിൽ ഷോർട്ട് വന്നു. ആകെ എത്രയോ 8 രൂപ 7 രൂപ എന്തോ ഉണ്ടായുള്ളു. അപ്പൊ ഇങ്ങനെ അതിന് കഴിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോഴേക്കും പുള്ളി അത് സൈഡിൽ നിന്ന് കേട്ടപ്പോഴേക്കും പുള്ളിക്ക് എൻ്റെ വീഡിയോ ഓർമ്മ വന്നിട്ട് പുള്ളി അവന് ആ പൈസ ഫുഡ് മേടിച്ചു കൊടുത്തിട്ട് ആ പൈസ നീ വെച്ചോ എന്ന് പറഞ്ഞ് പുള്ളിക്ക് ചെയ്യാൻ തോന്നി. മനസ്സിലായോ? അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞാണ്, നിന്റെ ആ വീഡിയോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, എനിക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ തോന്നി എന്ന് പറഞ്ഞ്. മനസ്സിലായി? അപ്പൊ നമ്മളുടെ വീഡിയോ വഴി ചിലപ്പോൾ ആൾക്കാർക്ക് അത് കളിയാക്കലായിട്ടും ഇതൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായാലും ചിലവർക്ക് എങ്കിലും മനസ്സിലൊരു ചെറിയൊരു നന്മ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാകും. ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന ഡിഫറെന്റ് പ്ലാറ്റ്ഫോമാണ്. ചില ആൾക്കാർ അത് എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുമ്പോൾ ചില ആൾക്കാർ അത് പല രീതിയിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഇതിനകത്ത് ധാരാളം വരാറുണ്ട്. കുറച്ച് എക്സ്പോസീവ്സ് ആയിട്ടുള്ള വീഡിയോസ് കുറച്ച് കൂടുതൽ വൈറലാവാറുണ്ട്. പലപ്പോഴും ഒരുപാട് കഴിവ് ഉള്ള കലാകാരന്മാരെ ഒന്നുമല്ലാതെ പോയി തീരുന്നിട്ടുണ്ട് അല്ലേ? ചില ലക്കാണ്. പക്ഷെ ഇവരുടെ എന്ന് പറയുമ്പോൾ മെസ്സേജസ് നല്ല മെസ്സേജസ് ആവുന്നത് കൊണ്ട് തന്നെ പല വീഡിയോകളും വൈറലായിട്ടുണ്ട്. അത് ഏകദേശം എത്രയോ കെ ഒക്കെ കയറിയിട്ടില്ലേ? നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോമിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലായാലും ചിലപ്പോൾ നമ്മളുടെ പേജിലായിരിക്കും, വേറെ ആൾക്കാരുടെ പേജ് വഴി മില്യൺസ് വ്യൂസ് വരെ എത്തിയിട്ടുണ്ട്. ആരോഗ്യം, ഫ്രീമാൻസ് പോയിന്റ്, അങ്ങനെ കുറേ പേജുകളിൽ, എൻ്റെ കോട്ടയം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ അവരുടെയൊക്കെ പേജുകളിൽ 5 മില്യൺ വ്യൂസ് 6 മില്യൺ വ്യൂസ് വരെ നമ്മളുടെ വീഡിയോസ് പോയിട്ടുണ്ട്. ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് മെസ്സേജസ് ഉള്ള വീഡിയോസ് ആണ് ഇവരെ ഓരോ പ്രാവശ്യവും, പ്രത്യേകിച്ച് യു എയിൽ നിന്നാണ് ഓരോ ഷൂട്ടും അല്ലേ? അതെ, യു എയിലാണ്. നമ്മളുടെ വീഡിയോസ് വൈറലായി തന്നെ ഒത്തിരി ആൾക്കാർ നമ്മുടെ റെസ്റ്റോറൻ്റ് ആയാലും ട്രാവൽസ് ആയാലും പല രീതിയിലുള്ള ഓഫീസസ് നമുക്ക് പ്രൊമോഷൻസിന് വേണ്ടി വിളിക്കാറുണ്ട്. മിഥുൻ എന്ന് പറയുന്നേക്കാൾ കൊച്ചി ഡ്യൂഡേ എന്ന് പറയുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറെന്റ് പേര് ചൂസ് ചെയ്യാൻ ഒരു കാരണം? അത് ടിക്ടോക്കിലേക്ക് തുടങ്ങിയ സമയത്ത് ഇട്ടൊരു പേരായിരുന്നു. ഞാൻ ആ സമയത്ത് കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു, ഫുക്രു, പിന്നെ മല്ലു കപ്പിള്, ഇവരുടെ ഒന്നും ശരിക്കും യഥാർത്ഥ പേരല്ല ഇട്ടിരിക്കുന്നത്. അപ്പൊ അതേ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടിട്ടാണ് യഥാർത്ഥ പേര് അറിയപ്പെടുന്നതിന് പകരം എന്റെ സ്ഥലപ്പേര് വെച്ച് അറിയപ്പെടാൻ വേണ്ടി ഒരു ആഗ്രഹം. കൊച്ചി ഡൂഡ് എന്നുള്ള ഒരു മറ്റേ വിനായകന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഡൂഡ് എന്ന് പറഞ്ഞ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഒരു പേരിട്ടാണ് കൊച്ചി ഡൂഡ് എന്ന്. പിന്നെ ഞാൻ എന്ത് തുടങ്ങുമ്പോഴും ഞാൻ കൊച്ചി ഡൂഡ് എന്ന് ഇടാറുള്ളത്. ഞാനിപ്പോ യൂട്യൂബ് തുടങ്ങിയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് പേജിലും എല്ലാത്തിനും ആ ഒരു സെയിം പേരാണ് കീപ്പ് ചെയ്യാറുള്ളത്. ഇതുവരെ ഞാൻ പേര് മാറ്റിയിട്ടില്ല. സോഷ്യൽ മീഡിയയെ കീഴടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ആദ്യം ഒറ്റയ്ക്കായിരുന്നു, ഇപ്പൊ ഒരു പങ്കാളിയെ കൂടെ കിട്ടി അല്ലേ? പണ്ട് നമ്മുടെ നാട്ടില് പറയും ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറയുന്ന പോലെ പുള്ളിക്കാരെ സെലക്ട് ചെയ്തോണ്ട് വന്നു. അതേപോലെ തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അത് ഇപ്പൊ എല്ലാരും പറയാറുണ്ട്. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞ ഈ ഇന്റർവ്യൂലും പുള്ളിക്കാരത്തി വരണ്ടായിരുന്നു, പക്ഷെ ചില ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുമ്പോഴേക്കും എന്തായാലും സന്തോഷമായിട്ടുണ്ടാവും. കാരണം ഞാൻ ഒരു രഹസ്യമാണ് ഇപ്പൊ വെളിപ്പെടുത്താൻ പോണത്. അത് ഇപ്പൊ ഇവള് പറഞ്ഞില്ലേ ചക്കിക്കൊത്ത ശങ്കരൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതിനകത്തൊക്കെ കുറച്ച് സത്യാവസ്ഥ ഉണ്ട്. ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ഇറക്കണമെന്ന് ആലോചിച്ചാണ്. ശരിക്കും പറഞ്ഞെങ്കിൽ വാട്ട് പീപ്പിൾ തിങ്കിൾസ് അബൌട്ട് അവർ ടിക്ടോക്ക് വീഡിയോസ്. അതായത് അവള് വന്നിട്ട് എന്നെ നിർബന്ധിക്കണേട്, വാ ചേട്ടാ ഈ ടിക്ടോക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഞാനപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയിട്ട് നിർബന്ധം ഇഷ്ടമില്ലാതെ പോയി ടിക്ടോക്ക് ചെയ്യണ്. ആൻഡ് വാട്ട് ഈസ് റിയാലിറ്റി, ദെൻ പിന്നെ വീണ്ടും ഒരു സെക്ഷൻ കാണിക്കുന്നത് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് അവള് നിർബന്ധിക്കണം ടിക്ടോക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേക്കും അവള് പറയും, ചേട്ടായി അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യോ, എനിക്ക് അഭിനയിക്കാന്ന് പറയും. അപ്പൊ ഒരു ഫൺ എലമെന്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു. അതെ, വൈറലായി ഇറങ്ങിയിട്ടില്ല അത്, പക്ഷെ അതാണ് സത്യം. ശരിക്കും ആൾക്ക് ശരിക്കും പറഞ്ഞൊരു ചമ്മലും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വന്നതിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഞാനപ്പോ നിർബന്ധിക്കുമ്പോഴേക്കും ആൾ എന്റെ കൂടെ അങ്ങോട്ട് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. സപ്പോർട്ടിന്റെ കാര്യത്തിൽ ആളൊരു നല്ലൊരു സപ്പോർട്ടറാണ്. ഓക്കെ, അപ്പൊ അതിനേക്കാൾ ഉപരി ഇതിലൊക്കെ ഡിഫറെന്റ് ഉള്ള ഒരു കാര്യം, ഒരു വല്ലാത്തൊരു സർപ്രൈസ് കൂടെ നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ റിലേറ്റീവ് കൂടെയാണ്. അത് ആരെന്ന് വെച്ചാല് നമ്മുടെ തേന്മാവിൻ കൊമ്പത്തിലെ പാട്ടുകളും വെട്ടം, അങ്ങനെ ഒരുപാട് മനോഹരമായ പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്ത വേണി ഇഗ്നേഷ്യസ് സാറിന്റെ സഹോദര പുത്രൻ കൂടെയാണ്
നമ്മുടെ മിഥുൻ. സോ അപ്പൊ അതിനെ കുറിച്ചിട്ട് അപ്പൊ ഒരു കലാപാരമ്പര്യം നിങ്ങളുടെ ഫാമിലി രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് തെറ്റ് പറയാനില്ല. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ഐഡിയയുമായിട്ട് അതിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ചെറുപ്പത്തിലാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് കൂടുതൽ പ്രൗഡ് ഫീലിംഗ് ഉണ്ടായിരുന്നുള്ളത്. നമ്മള് ആ സമയത്ത് അവർ തിളങ്ങിയിരിക്കുന്ന സമയമുള്ള തേന്മാവിക്കുമ്പോ സ്റ്റേറ്റ് അവാർഡ്, അതിനുശേഷം കൊട്ടാരം വീട്ടിലെ പോട്ടൽ. അതെ അതെ, ഡാഡിയുടെ ചേട്ടനും അനിയനുമാണ് ബേണി ഇഗ്നേഷ്യസ്. പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അവർ ഒരാളാണോന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ നിനക്കും അറിയില്ല. അവർ രണ്ടുപേരാണ്. ബേണി എന്ന് പറയുന്നത് ഡാഡിയുടെ അനിയനാണ്, ഇഗ്നേഷ്യസ് അങ്കിൾ എന്ന് പറയുന്നത് ഡാഡിയുടെ ചേട്ടനാണ്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ ചിലപ്പോൾ അവരുടെ ഫേസ് കൊണ്ട് ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കും, പക്ഷെ അവരുടെ പേര് കൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും. പണ്ട് ദൂരദർശനിലായാലും നമ്മള് സിനിമയുടെ തുടക്കത്തിലാണെങ്കിലും പണ്ടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വെച്ചാൽ സിനിമയിൽ വെച്ച് തുടങ്ങുമ്പോഴേക്കും സീൻസ് ഉണ്ടാവും, അതിന്റെ ഒപ്പം സൈഡിൽ എവിടെയെങ്കിലും പേര് കാണിക്കും. അപ്പൊ ആ പേരൊന്നും അധികം ചിലപ്പോൾ ശ്രദ്ധിക്കൂല. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് സ്ക്രീനിലായിരിക്കും എല്ലാവരും പേര് എഴുതി കാണിക്കണേ. മാഫിയ ശശി, PRO വാഴൂർ ജോസ്, അതുപോലെ കാണിക്കുന്ന ഒരു പേരായിരുന്നു സംഗീതം ബേണി ഇഗ്നേഷ്യസ്. അപ്പൊ അതുകൊണ്ട് ആ പേര് കൊണ്ട് എല്ലാവർക്കും അറിയപ്പെടുന്നതായിരുന്നു. പാട്ടുകൾ കൊണ്ട് ആൾക്കാരെ മനസ്സിലാക്കി ഈ പേരുകൾ എത്തപ്പെട്ടു എന്നുള്ളതാണ്. അതെ അതെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലാത്തൊരു സമയമായിരുന്നു. പണ്ട് കൂടുതൽ റേഡിയോ ഇടായിരുന്നു. അപ്പൊ അന്നത്തെ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ വൈറലാകൽ എളുപ്പമല്ല. ഒത്തിരി ഹിറ്റുകൾ ചെയ്താൽ മാത്രമേ എല്ലാവരിലേക്ക് എത്തുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, ഒരു പാട്ട് വൈറലായാൽ മതി, നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടും. അതെ അതെ അതെ, നമ്മളുടെ ഇപ്പൊ ഉദാഹരണം നമ്മളെ ടിക്ടോക്ക് വീഡിയോസ്, നമ്മളുടെ വീഡിയോസ് തന്നെ ഒരു വീഡിയോ വൈറലായാൽ അത് എല്ലാവരും അറിയപ്പെടുന്നതാണ്. ടിക്ടോക്ക് മുഖേന അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം വഴി ഒരുപാട് കലാകാരന്മാര് എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദിയില്ല. ടിക്ടോക്ക്, ഇൻസ്റ്റ, ഇപ്പോ ഫേസ്ബുക്ക് റീൽസ്, അങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും അത് നേരാവണ്ണം യൂസ് ചെയ്യാമെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു സക്സസ് പോയിന്റിലേക്ക് എത്താം. അത് ക്യാഷ് ആയിട്ടാണെങ്കിലും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ ഒരു ഒഴുക്കിൻ്റെ ഒത്ത് അങ്ങോട്ട് പോകണമെന്നല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അംബീഷൻ. ഒരു അറിയപ്പെടുന്ന ഒരാൾ ഇപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു ടിക്ടോക്ക് ഇതിലൊക്കെ വഴി അറിയപ്പെടുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സിനിമയിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു വേഷമോ അല്ലെങ്കിൽ ചെറിയൊരു സൈഡ് റോൾ. ഇല്ല, അതൊരു ചെറിയ റോള് മാത്രമേ ഉള്ളൂ. അത് ഓൾറെഡി ഷൂട്ടിംഗ് എല്ലാം നാട്ടിലായിരുന്നു. അപ്പോൾ നമ്മളുടെ ബെൻസർ നാട്ടിൽ പോയ സമയത്ത് അങ്ങനെ ആ ഒരു അറബിനെ ഒരു ലുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ബെൻസറിന് അത്യാവശ്യം ക്യാരക്ടർ ഉള്ള ഒരു മൂവിയാണത്. അപ്പൊ അങ്ങനെ ചെറിയൊരു ക്ലൈമാക്സ് സീൻ ആണ് ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത ഒരു ഫാമിലി ഒരു ക്ലൈമാക്സ് സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ചെറുതായിട്ടൊന്നും മുഖം കാണിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് ഡയറക്ടർ നമുക്കൊരു വാക്ക് തന്നു, അവരുടെ അടുത്ത പ്രോജക്റ്റ് പുള്ളി ഒരു പ്ലാൻ ചെയ്യുന്ന ഗൾഫിൽ വെച്ചൊരു പടം ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ടിക്ടോക്കേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു പടം പുള്ളി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു നല്ലൊരു വേഷം തരാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വന്തം വീട്ടിലെ സ്വന്തം കയ്യിലെ സ്വന്തം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തലവരെ മാറ്റിമറിക്കുക, അതാണ് ടിക്ടോക്ക് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. അതെ അതെ അതെ, ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഒത്തിരി ഭാഗ്യം ചേർന്ന ആൾക്കാരാണ് എല്ലാവരും. കാരണം നമുക്ക് കഴിവുണ്ടെങ്കിൽ, ഞങ്ങൾക്കൊന്നും അത്ര കഴിവുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ എന്നിരുന്നിട്ട് പോലും ഇത്രയും റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കഴിവുള്ളവർക്ക് അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വീഡിയോയിൽ നമ്മുടെ സ്വന്തം മൊബൈലിൽ ഉപയോഗിച്ച് നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അവർക്ക് കിട്ടുന്ന റീച്ച് പണ്ടത്തെ ആൾക്കാർ കഷ്ടപ്പെട്ട് ഒരു 10 കൊല്ലം കഷ്ടപ്പെടുന്നിട്ട് ഉണ്ടാവുന്ന റീച്ചിനേക്കാളും ഒരു ചെറിയൊരു ഷോർട്ട് കട്ടാണ് ഇപ്പോഴത്തെ ജനറേഷന്. അപ്പൊ പരമാവധി പ്ലാറ്റ്ഫോം അതെ ഒരു ഐഡിയ കുറച്ച് മാറ്റി പിടിച്ചാൽ മതി. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് എന്ത് വ്യത്യസ്തത കൊണ്ടുവരാം, നല്ല വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ പറ്റിയാൽ അത് മറ്റുള്ളവരിലേക്ക് എത്തപ്പെട്ടാൽ അവിടെ നമ്മുടെ വിജയം. അതെ, ഒരു 4 വരി പാട്ട് എന്തായാലും ഒരു കലാകുടുംബത്തിൽ പാടും എന്നുള്ളത് ഷുവറാണ്. അയ്യോ, പാട്ട് ആക്ച്വലി പാട്ട് പാടി ചെറുപ്പം പോലെ അങ്ങ് ശീലിച്ചിട്ടില്ല. ആക്ച്വലി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ തന്നെ ഒത്തിരി പാട്ടുകാരുണ്ട്, അങ്കിൾമാരുടെ മക്കളൊക്കെയാണ് ഒത്തിരി പാട്ടുകാരാണ്. അപ്പൊ അവർക്കൊരു നല്ല സിംഗേഴ്സ് ഉണ്ട്. അതിൽ മകൻ സുബിൻ ഇഗ്നേഷ്യസ് നമ്മളുടെ ഒത്തിരി ഹിറ്റ്, ദിലീപിന്റെ 2 സിനിമയിൽ ഒത്തിരി ഹിറ്റ് പാട്ട് പാടിയിട്ടുണ്ട്. മലയാളി പെണ്ണ് എന്നുള്ള പാട്ടുണ്ടല്ലോ, അത് സുബിൻ പാടിയാണ്. അത് ഇഗ്നേഷ്യസ് തങ്ങളുടെ മകൻ സുബിൻ പാടിയറിലാണ്. പിന്നെ ശൃംഗാരവേലനിലെ ഒരു പാട്ടുണ്ട്, അത് ടിക്ടോക്കിൽ ഒത്തിരി വൈറലാണ്. ആ പാട്ടിന്റെ ചെറിയൊരു പോർഷൻ, മിന്നാ മിനിങ്ങിൻ വെട്ടെന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു, അതിന്റെ ചെറിയൊരു പോർഷനാണ് ടിക്ടോക്കിൽ വൈറൽ. പാട്ടൊന്നും ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു.
ഞാൻ പാട്ട് പാടി വെറുതെ പ്രേക്ഷകർ വെറുതെ ചാനൽ നിർത്തിയിട്ട് പോകേണ്ട അവസ്ഥ വേണം. എന്തായാലും ഒരു കലാകുടുംബത്തിൽ നിന്നായാലും പാടും, അത്യാവശ്യം പാടും നമുക്കറിയാം. അങ്ങനെ പാടിയിട്ടൊന്നുമില്ല ഞാൻ ആകെ പാട്ട് പാടിയത് എനിക്ക് തോന്നുന്നു ചെറുപ്പത്തില് ഇതുപോലെ എൻ്റെ ഡാഡിയുടെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഡാഡി ഇതുപോലെ തന്നെ ചെറുതായിട്ടൊക്കെ മൂളിപ്പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ ഡാഡിയുടെ ചേട്ടനാണ് ഇഗ്നേഷ് സംഘ് ഇതുപോലെ നല്ല പാട്ട് ചെറുപ്പത്തിൽ പാടുമായിരുന്നു. അപ്പോൾ എല്ലാ സ്റ്റേജ് യൂത്ത് ഫെസ്റ്റിലും അങ്ങനെ സ്കൂളിലെ കോമ്പറ്റീഷനൊക്കെ അങ്കിളിലായിരിക്കും ഫസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ അങ്കിള് പങ്കെടുക്കാൻ പറ്റാത്തൊരു ഒരു ദിവസം ഉണ്ടായിരുന്നു ഒരു കോമ്പറ്റീഷനിൽ. അപ്പൊ അന്ന് ഡാഡി പോയിട്ടൊരു പാട്ട് പാടി അങ്ങനെ ഡാഡിക്ക് ലളിതാനത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കിൾ ഉണ്ടെങ്കിൽ ഡാഡിക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഫേസ് ചെയ്യാനുള്ളത് കൊണ്ട് ഡാഡി പങ്കെടുക്കൂലായിരുന്നു. അങ്ങനെ ഡാഡി ഫസ്റ്റ് കിട്ടിയായിരുന്നു. ആ സെയിം ചരിത്രം ആവർത്തിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സുബിൻ ഇതുപോലെ തന്നെ എല്ലാത്തിലും ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡ് വ്യത്യാസം ഉണ്ടായിരുന്നു. സെന്റ് ജൂഡ്സിലാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പൊ സുബിൻ പാട്ട് പാടുന്നതുകൊണ്ട് ഞാൻ പോയി പാടൂല. സുബിന്റെ ഒപ്പം പാടിയിട്ടുണ്ടെങ്കിൽ സുബിന് പ്രൈസ് കിട്ടുള്ളൂ. അപ്പൊ ഒരു നാണക്കേടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പാട്ട് പാടൂല. ഇതുപോലെ ഒരു പ്രാവശ്യം സുബിൻ ഇല്ലാത്ത സമയത്ത് ലളിതാനത്തിന് ഞാൻ പങ്കെടുത്തില്ല. സുബിന്റെ തന്നെ ഒരു മാപ്പിളപ്പാട്ട് ഉണ്ടായിരുന്നു. മാപ്പിളപ്പാട്ടിൽ സുബിൻ അങ്ങനെ 3-4 ഐറ്റത്തിൽ സുബിന് തന്നെ ഫസ്റ്റ് ആയിരിക്കും. അപ്പൊ സുബിൻ ഇല്ലാത്ത സമയത്ത് പോയിട്ടൊരു മാപ്പിളപ്പാട്ട് പാടി. അങ്ങനെ സുബിൻ പഠിപ്പിച്ച പാട്ടായിരുന്നു. അന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മൂളിപ്പാട്ട്, ബാത്റൂം സിംഗർ എന്നൊക്കെ പറയാം. ബേണി ഇഗ്നേഷ്യസിന്റെ ഒത്തിരി പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലെന്റെ ഫേവറേറ്റ് പാട്ടാണ് മയിൽപ്പീലിക്കാവിലെ മയിലായി പറന്നു എന്നുള്ള പാട്ട്. അല്ല, അത് പാടാൻ പോണെന്നല്ല, അതൊക്കെ ഒത്തിരി ടഫായിട്ടുള്ള പാട്ടാണ്. പിന്നെ നമ്മളുടെ ചന്ദ്രലേഖയിലെ നമ്മളുടെ നായിക എഴുന്നേൽപ്പിക്കുന്ന പാട്ടുണ്ടല്ലോ, തളർന്നുപോയ നായികനെ എഴുന്നേൽപ്പിക്കുന്ന താമരപ്പൂവിൽ വാഴും. അതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് പാട്ടുകൾ. പക്ഷെ അതൊക്കെ പാടാനായിട്ട് കുറച്ച് ടഫായതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു പാട്ടിന്റെ 4 വരി പാടാം. നമ്മളുടെ പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ ആരു പറഞ്ഞു എന്നുള്ള സോങ്ങിന്റെ 4 വരി. ആരു പറഞ്ഞു ഞാൻ കണ്ടതൊരാക്കനവാണെന്നാരു പറഞ്ഞു, 7 നിറം കൊണ്ടെഴുതിയതെല്ലാം മഴവില്ലു നിറഞ്ഞതുപോലെന്നാരു പറഞ്ഞു. കളിച്ചൊല്ലും കുയിലാണോ കുഴലൂതും കാറ്റാണോ, ആരാണീ കള്ളം ചൊല്ലിയതാരാണാവോ, ആരു പറഞ്ഞു ഞാൻ കണ്ടതൊരാക്കനവാണെന്നാരു പറഞ്ഞു. അത്യാവശ്യം പാടും, അത്യാവശ്യ കാര്യങ്ങളെല്ലാം എന്താ പറയാ, പുതിയ ഐഡിയാസ് കൊണ്ടുവരും, പുതിയ ആൾക്കാരെ വളർത്തിയെടുക്കാനും കൂടെ. അതാണ് ഒരു വലിയ കാര്യം. ഒറ്റയ്ക്കല്ല, ഒരു ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ട് വൈറലാവുക, അതാണ് പുള്ളിക്കാരന്റെ ഐഡിയ. ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും ഞാനിപ്പോ ഒരു നന്ദി ഓർക്കുകയാണ്. നമ്മളുടെ ബെൻസ് ഓഫ് ദുബായ് ആണെങ്കിലും മെഹർ അലി ആണെങ്കിലും ഒത്തിരി ആൾക്കാരുണ്ട് നമ്മളുടെ വീഡിയോസിൽ പങ്കെടുക്കാറുള്ള. പങ്കാളിയായിട്ടുണ്ട്. അതിലൊരു വീഡിയോ ഇപ്പോഴും പെട്ടി കിടന്നു പോയെന്ന് പറയാം. നമ്മൾ ചില സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ, ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ പെട്ടിയിലായി പോയെന്ന് പറയും. നമ്മളുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കാരണം പെട്ടിയിലായി പോയി. അതുപോലെയാണ് ഞങ്ങളുടെ ഒരു പടം ക്ലാരിറ്റി കുറഞ്ഞു പോയി. പിന്നെ അതിന്റെ ഡബിങ് കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും പെട്ടിയിലായി പോയ ഒരു വീഡിയോ എന്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്. നല്ല മെസ്സേജസ് ആണ് ഇത്. ഇവരുടെ വീഡിയോയിലുള്ള പ്രത്യേകത തന്നെയാണ്, മറ്റുള്ളവരിലേക്ക് എത്തപ്പെടേണ്ട പല കാര്യങ്ങളുണ്ട്. അത് ചില ആൾക്കാരെ ചില രൂപത്തിൽ കാണിച്ചു തരുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് അത് എത്തുക. അത്തരത്തിലുള്ള വീഡിയോകളാണ് ഇവരുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഒരുപാട് ഫ്യൂച്ചർ ഉള്ള ഒരു വ്യക്തിയാണ് താങ്കൾ, അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഞാൻ കൂടുതലും വൈഫായിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിലെ വൈഫ് ഭയങ്കര ആക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് വൈഫുമായിട്ടുള്ള ഒരു കോമഡി വീഡിയോ കണ്ടിട്ട് വന്നാലോ? തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം ചെയ്യും, ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി കാർഡ് എടുത്തിട്ട് വരാം കേട്ടോ. ഇത്തരത്തിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോകുമ്പോ വേറെ എന്തെങ്കിലും ഡ്രീംസ് ഉണ്ടോ? ഡ്രീംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രീം കൺട്രീസ് കുറച്ചുണ്ട്. ചിലപ്പോ യൂറോപ്യൻ കൺട്രീസിൽ എവിടെയൊക്കെ പോയി. ഒരു നാണയത്തിന് 2 വശം ഉള്ളതുപോലെ ഈ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ്, അതായത് ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമിലും 2 വശങ്ങളുണ്ടാവും അല്ലെ? ഈ പ്ലാറ്റ്ഫോമിൽ ഈ 2 വശങ്ങളിൽ നെഗറ്റീവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. താങ്കൾ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ?
നെഗറ്റീവ് അനുഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ട്. അതായത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് 4 പേര് പറയാനാണെങ്കിൽ എൻ്റെ ഫാമിലി സപ്പോർട്ടീവാണ്. ഫാമിലി തന്നെ എൻ്റെ ചേട്ടൻ്റെ കൊച്ചുണ്ട് അപ്പൂസ്, അവൻ എൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. എൻ്റെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇറങ്ങി അവനത് റിപ്പീറ്റ് ചെയ്ത് കുറേ പ്രാവശ്യം കാണും. അപ്പോൾ അതുകൊണ്ട് അവൻ എൻ്റെ ഏറ്റവും വലിയ ഫാനാണ്. എഡ്ഗർ, അപ്പൂസ് ഞങ്ങൾ വിളിക്കും. പിന്നെ 2 വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മിമാർ, 2 മമ്മിമാർ. ഇപ്പം എൻ്റെ മമ്മി ആയാലും നല്ല സപ്പോർട്ടീവാണ്. പണ്ട് ഞാൻ മമ്മിയായിട്ടൊക്കെ ചെറിയ വീഡിയോസൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി. പിന്നെ അത് കൂടാണ്ട് ഇപ്പം കെട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ ജ്യോതിയുടെ വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്. അതിൽ ജ്യോതിയുടെ മമ്മിയൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഇറക്കാൻ വേണ്ടി കാത്തിരിക്കും. മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും, ഇപ്പോൾ വീഡിയോസ് കുറച്ച് ദിവസം കണ്ടില്ലേ ചോദിക്കും, എന്താണ് പുതിയ വീഡിയോസ് കണ്ടില്ല, നിങ്ങളുടെ വീഡിയോ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്, ഇൻസ്പിറേഷൻ. പിന്നെ അത് കൂടാണ്ട് സപ്പോർട്ട് ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാനായിട്ട്, വീഡിയോ ചെയ്യാനായിട്ട് ഒത്തിരി നമുക്കൊരു ഗ്യാങ് ഉണ്ട്. എല്ലാവർക്കും ആ ഒരു ചെയ്യേണ്ട ഒരു മൈൻഡ് ഉണ്ട്. പക്ഷേ നെഗറ്റീവായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ബന്ധത്തിലായാലും നമ്മുടെ കൂട്ടുകാരാണെങ്കിലും ചിലപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് അവർ നമ്മളെ ഹേർട്ട് ചെയ്യാറുണ്ട്. അവർ നിനക്ക് വേറെ പണിയില്ലടോ, നിനക്ക് വല്ല പണിക്കും പോകുമ്പോഴൊക്കെ പറഞ്ഞ് നമ്മളെ കുറേ ബാഡ് കമൻസ് കൊണ്ട് നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നിർത്തിപ്പോകണം എന്നൊക്കെ തോന്നാറുണ്ട് സമയത്ത്. പക്ഷേ ഞാനപ്പോൾ ഓർക്കാറുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ നെഗറ്റീവ് കുറേ ആൾക്കാരുണ്ടാവും. 10 പേരിൽ ഒരു 8 പേര് നെഗറ്റീവ് പറയാറുണ്ടാവും. പക്ഷെ 2 പേര് പോസിറ്റീവ് പറയാറുണ്ടെങ്കിൽ 2 പേര് നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുക. കാരണം ഈ വീഡിയോ ചെയ്യുന്ന വഴി ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യലായിട്ട് ഒന്നും കിട്ടുന്നില്ലായിരിക്കും, പക്ഷെ മനസ്സുകൊണ്ട് നമുക്കൊരു സംതൃപ്തി കിട്ടും. മനസ്സിലായി കാര്യമുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ പരാജയം നമ്മൾ നേരിട്ട് കഴിഞ്ഞു. ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ ശരികൾ തന്നെയാണ്. അതെ, നമുക്ക് ശരിയെന്ന് വന്ന് നമ്മൾ ചെയ്യുക. അപ്പൊ എനിക്കതൊരു എന്റർടൈൻമെന്റ് ആണ്, ടൈം പാസ് ആണ്. ചിലപ്പോൾ നമ്മളുടെ വീഡിയോ വഴി, ചിലപ്പോൾ അത് വളിപ്പ് കോമഡി ആയിരിക്കും, ചിലപ്പോൾ നമ്മളുടെ ആക്ടിങ് ശരിയായിട്ടുണ്ടാവില്ല, നമ്മളൊന്നും അത്ര പ്രൊഫഷണൽ ആക്ടേഴ്സ് ഒന്നും അല്ല. ചിലപ്പോൾ നമ്മളുടെ ലിപ്പ് ശരിയായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ ചെയ്ത കണ്ടന്റ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അവർക്കത് ചിരിച്ചു തള്ളാം, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് കളയാം, അല്ലെങ്കിൽ അത് കാണാതിരിക്കാം. പക്ഷെ ഒരാളെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാതിരിക്കുക. ഞങ്ങളെ തന്നെയല്ല, ഞങ്ങളുടെ വീഡിയോസ് മാത്രമല്ല, നിങ്ങൾ ആരുടെ വീഡിയോസ് ആണെങ്കിൽ പോലും ഒരാളെയും പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾ ചെയ്യുക, വീഡിയോസ് ചെയ്യുക, നിങ്ങൾ അല്ലെങ്കിൽ എന്തുവേണേലും ചെയ്യുക. മനസ്സിലായോ? അതുകൂടാതെ ഒരാളെ ഹേർട്ട് ചെയ്യാതിരിക്കുക, സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അടുത്ത കാലത്ത് കണ്ടൊരു പ്രവണതയാണ്, ടിക്ടോക്കില് 2 തരത്തിൽ ഫേമസ് ആവുന്നുണ്ട്. ഒന്ന് സ്വന്തമായിട്ടുള്ള ഐഡിയാസ് യൂസ് ചെയ്തുകൊണ്ട്, രണ്ടാമത്തേത് മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസിനെ ട്രോളിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ചെയ്ത വിമർശനങ്ങൾ എടുത്തു പറഞ്ഞ് അങ്ങനെ ഓൺ വോയിസ് ഇട്ട് വൈറലാവുന്ന ആൾക്കാരുണ്ട്. തമാശ എന്താന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായ മുഖമില്ല. അതെ, സ്വന്തം മുഖമില്ലാതെ, സ്വന്തം പേരില്ലാതെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീഡിയോ പോലും ചെയ്യാത്ത ആൾക്കാരാണ് ഓൺ വോയിസിൽ ഒന്ന് മറ്റുള്ളവരെ വിമർശിക്കുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അതൊരു നെഗറ്റീവ് പ്രവണതയാണ്. അത് നെഗറ്റീവിലൂടെ വൈറലാവാന്ന് പറയില്ല, അതാണ് അവർ ചെയ്യുന്നത്. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒരാളെ പോലും തിരിച്ച് നമ്മൾ ഓൺ വോയിസിൽ, നമ്മൾ ചിലപ്പോൾ ട്രോളുകളൊക്കെ വന്നിട്ടുണ്ടാവും, ഇതുവരെ ഞാനൊരു ഓൺ വോയിസിൽ ആരെയും ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ വൈറലാകാനോ ഞാൻ പോയിട്ടില്ല. അതെ, തീർച്ചയായിട്ടും ഞങ്ങള് ട്രോളുകൾ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയെന്ന് പറയാം. ഞങ്ങളുടെ കുറെ വീഡിയോസ് ഉണ്ടല്ലോ, 5 നിറത്തിന് എന്താണ് 10 നിറത്തിന്, അപ്പൊ അതൊക്കെ കുറെ കളിയാക്കിയിട്ടുണ്ട് ആൾക്കാർ. അതിലൂടെ ഒത്തിരി റീച്ച് ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ നല്ല വീഡിയോസ് ചെയ്യുമ്പോഴും ആൾക്കാർ നമ്മളെ ഓർക്കാറുണ്ട്, ആ ചെയ്ത ആൾക്കാരല്ലേ എന്ന് ഓർക്കും. അപ്പൊ അതെ, നെഗറ്റീവിലൂടെ നമുക്ക് നല്ല രീതിയിലേക്ക് വരാൻ പറ്റും. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു 4 വരി പാട്ട് കൂടെ നമ്മൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അടിച്ചുപൊളി പാട്ട്. അത് വേണോ? ഒരു പാട്ട് പാടി തന്നെ ഒരു മിക്കവാറും ചാനൽ മാറ്റി പോയിട്ടുണ്ടാവും. അടിച്ചുപൊളി പാട്ട്. അപ്പൊ നീയും കൂടെ ഏറ്റു പാടണം. അപ്പൊ എന്തായാലും ബേണി ഗ്നേഷ്യസിന്റെ തന്നെ മറ്റൊരു അടിച്ചുപൊളി പാട്ട്, കാരിയസ് എന്നുള്ള സിനിമയില്. അത് ഒത്തിരി ഗാനമേളക്കായാലും കല്യാണ വീട്ടിലായാലും ഇപ്പോഴും പാടാറുള്ള ഒരു അടിച്ചുപൊളി പാട്ടാണ്, മംഗളങ്ങൾ വാരിക്കോരി എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ രാത്രി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു പാട്ട് പാടി വൈൻഡപ്പ് ചെയ്യാം. മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്കീ മധുവിധുവാസന്തരാവിൽ, പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവളെ, കല്യാണ പാട്ടുപാടി ഉണർത്താം. താരഹാരമണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമുണരുന്നു, ചുവടുവെച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ടു നേരാം ആശംസ. ചുവടുവെച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ടു നേരാം ആശംസ. Okay, thank you so much.
അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇനിയും ഒരുപാട് ചരിത്രം മാറ്റി കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, നിങ്ങളുടെ ഫാമിലിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് നന്ദി പറയാനുണ്ടെങ്കിൽ ഈ ഒരു ചാനലിലേക്ക് എന്നെ ക്ഷണിച്ച, അത്ര വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലാണ്ട് പോലും ഈ ഒരു ചാനലിലേക്ക് എന്നെ ക്ഷണിച്ച പ്രീതയ്ക്കും വാട്ടർമെലൺ ടെക്നോളജീസിനും വാട്ടർമെലൺ മീഡിയയ്ക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ ചാനലിന് ഒത്തിരി ഉയർച്ചയിലേക്ക് എത്താനും നിങ്ങളുടെ കമ്പനി ഒത്തിരി ഉയർച്ചയിലേക്ക് വളരാനും എല്ലാവരും അറിയപ്പെടുന്ന ഒരു കമ്പനിയായിട്ട് എത്താനും സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.